പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. മലബാർ മേഖലയിൽ നിന്നും +2 സീറ്റ് ഉണ്ട്, പ്രതിസന്ധിയില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധിച്ചതാണ് കണ്ടത്. നമുക്ക് മേഘനയുണ്ട് കോഴിക്കോട് നിന്ന്. മേഘന, ഇന്നും നിയമസഭയിൽ അല്പം മുമ്പ് ആവർത്തിച്ച് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി +1 സീറ്റിൽ പ്രതിസന്ധിയില്ല എന്നുള്ളത്. പക്ഷേ മറിച്ചാണ് കാഴ്ചകൾ. പ്രതിഷേധം ഏതു വിധത്തിൽ പുരോഗമിക്കുന്നു? ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളെ ഇപ്പോഴും വിശ്വസിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകാത്തത് എന്താണ്? ഫിജി വിദ്യാഭ്യാസ മന്ത്രി അതായത് ഒരു സീറ്റ് ക്ഷാമം ഇല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും മലബാറിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള കുട്ടികളും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇവിടെ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന അനേകായിരം വിദ്യാർത്ഥികൾ ഇപ്പോഴും മലബാറിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വെറുതെ പറയുന്നതല്ല, മറിച്ച് വിദ്യാർത്ഥികളടക്കം, നമ്മളോട് സംസാരിക്കുന്ന വിദ്യാർത്ഥികളടക്കം, അതിൽ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾ, മുഴുവൻ മാർക്കും ലഭിച്ച വിദ്യാർത്ഥികൾ, അവർ ഇപ്പോഴും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിക്കാനാവാതെ പുറത്തു നിൽക്കുന്നു. അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് കോഴിക്കോടും മലപ്പുറവും ജില്ലകളിലാണ്. ഇത് ഇപ്പോൾ മലബാറിൽ യാഥാർത്ഥ്യം എന്ന പോലെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇത്രയധികം സീറ്റിൽ ക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ വിദ്യാർത്ഥി സംഘടനകൾ, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ഇപ്പോൾ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും കൂടെ അതിൽ പങ്കുചേരുന്നു. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ഇന്നും ഇന്നലെയുമല്ല, മറിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ വിദ്യാർത്ഥി സംഘടനകൾ സമരവുമായി രംഗത്തുണ്ട്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു പുതിയ ബാച്ച് അനുവദിച്ചുകൊണ്ട്, അതായത് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരത്തിന് ഉപരിയായി ഒരു പുതിയ ബാച്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല +1 ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നഷ്ടപ്പെടുന്നത്, അതായത് നല്ല മികച്ച മാർക്ക് വാങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കടക്കം ക്ലാസ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ ഈ ക്ലാസുകൾ നീട്ടിവെക്കണമെന്നും ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സമരം എന്ന് പറയുന്നത് അത്രയും സമര തീക്ഷണമായിരുന്നു എന്ന് വേണം പറയാൻ. KSU, ഫ്രട്ടേണിറ്റി, SKSSF, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തെരുവിൽ സമരം ചെയ്തു. KSU പ്രവർത്തകർ RDD ഓഫീസറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പോലീസ് അതിന് തയ്യാറായില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മാത്രമല്ല ദേശീയപാത ഉപരോധിച്ച് SKSSF, MSF പ്രവർത്തകരും ഫ്രട്ടേണിറ്റി പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അങ്ങനെ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് പോലെ, അതായത് സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു മാർജിനൽ രീതിയിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരിഹാരം. പക്ഷെ അത് ശാശ്വത പരിഹാരമാകില്ല എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്നത്. അതായത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും ഇത്രയധികം സീറ്റുകൾ, കോഴിക്കോട് ജില്ലയിൽ മാത്രം 16,000-ലധികം വിദ്യാർത്ഥികളാണ് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല ഒരുപാട് ക്ലാസുകൾ കിട്ടാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ചർച്ച സെക്രട്ടേറിയറ്റിൽ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഒരു ചർച്ച നടത്തുന്നു എന്ന് അറിയുന്നു. പക്ഷേ അതിനും സമ്മതമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അറിയിക്കുന്നത്. കാരണം മുൻകൂർ ഒരു ധാരണ വെച്ചുണ്ടാക്കുന്ന ഒരു ചർച്ചയാണ്. അതുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്.
മാത്രമല്ല മലപ്പുറം ജില്ലകളിലേക്ക് വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ SFIയുടെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ കളക്ടറേറ്റ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. ഇവിടെയും SFI പറയുന്നത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരം തന്നെയാണ് ഇത്. കാരണം SFIയും ആരോപിക്കുന്നത് ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം വേണം. വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തുണ്ട് എന്നുള്ള കാര്യം സർക്കാർ സമ്മതിക്കുന്നില്ലെങ്കിലും സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ഇത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ SFIയും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഫ്രട്ടേണിറ്റി, MSF, SKSS പ്രവർത്തകർ മലപ്പുറം ജില്ലയിലും വലിയ മഴയാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും തുടരുന്നത്. ഈ മഴയത്തും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മലബാറിലുടനീളം ഈ പ്രതിപക്ഷ സംഘടനകളും ഇപ്പോൾ SFI അടക്കമുള്ള ഭരണപക്ഷ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ, വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി മേഘന, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതും +1 സീറ്റിൽ പ്രശ്നങ്ങൾ ഇല്ല, പ്രതിസന്ധി ഇല്ല, ക്ഷാമമില്ല എന്നൊക്കെ. ഒരു ഇടവേള.